ഡേച്ചി ഇവിടെ എന്തൊക്കെയാ ചെയ്യണേന്ന് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുക കേട്ടോ. ഡേച്ചൂട്ടിയുടെ ബർത്ത്ഡേ ഡെക്കറേഷനാണേ, ഞങ്ങൾ തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് അതെ, അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ചെയ്തു. ഡ്രസ്സിൻ്റെ മേലെ മൊത്തം ആനിമൽസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തീമാക്കാന്ന് വെച്ചു. ചുട്ടിയുടെ അച്ഛമ്മ അച്ചച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. ആണോ പൊന്നു? ഓക്കെ ഓക്കെ ഓക്കെ, റിലാക്സ്. കം കം ബാ, അച്ഛ ഊരി തരും. ബാ ഊരി തരും, ഊരി തരും. അച്ഛ ഊരി ഊരി. ഡെയ്സി കുട്ടി ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ്. കൂടെ ചൂടെടുക്കണോണ്ട് അഴിക്കാനും താല്പര്യമില്ല. എന്താ ചെയ്യാലേ? കുറേ പേര് കണ്ടതിൻ്റെ എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ ഡെയ്സി കുട്ടിക്ക്. ആദ്യം ഒരു വെപ്രാളുണ്ടാവും, പിന്നെ എല്ലാവരുടെയും നടുവിൽ അങ്ങോട്ട് പോയി ഇരിക്കണം, പിന്നെ എല്ലാവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോവും അവളെ കൊഞ്ചാൻ വേണ്ടിയേ. ഇത് അമേറ ബേബി കേട്ടോ, ഡെയ്സി കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൾ എന്ത് ചെയ്താലും ഡെയ്സി കുട്ടി മിണ്ടാതിരിക്കും കേട്ടോ. അവർ രണ്ടുപേരും കൂടി അവരുടേതായ ലോകത്ത് കളിച്ചുകൊണ്ടിരിക്കും. വേറെ ഡോഗ്സിൻ്റെ കൂടെ കളിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ഡെയ്സി കുട്ടി അമീറ ബേബിയുടെ കൂടെ കേട്ടോ കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്ടമാണ്, പേടിയില്ല. അവളുമ്മ വയ്ക്കാൻ നോക്കാം. Then we came back from we are coming from DMart. That time I came back, right? No. Down only. He was there. ചുറ്റും നടക്കുന്നതൊന്നും എൻ്റെ കുട്ടികൾക്ക് ഒരു വിഷയമല്ല. अरे उसको पहले सिंगल करा है। तो उसके सामने मत फोकस मात्र Happy birthday to you. Happy birthday to you. Happy birthday dear Daisu. Happy birthday to you. I will give you cake, okay? You want to give? എക്സാം ടൈം ആയതുകൊണ്ട് ഞങ്ങൾ പിള്ളേരെ ഒന്നും വിളിച്ചില്ല കേട്ടോ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക്. അവർക്കുള്ള സ്നാക്സൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ഇത്തിരി ലേറ്റായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. നമ്മളുടെ ഫാമിലിയും പിന്നെ 2 ഫാമിലി ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഡെയ്സി ബേബിയായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വേറെ ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. ഡെയ്സി ബേബിയും അവരായിട്ട് കംഫർട്ടബിളാണ്. എല്ലാവരുടെ കയ്യിൽ നിന്നും കേക്കും വാങ്ങിച്ച് കഴിച്ചു. ഇടയ്ക്ക് സ്വന്തമായിട്ടെടുത്ത് കഴിക്കുകയും ചെയ്തു. ഓൾമോസ്റ്റ് 3/4 ഭാഗം തീർത്തു. ഇത് പിന്നെ ഞാൻ അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങും ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഡെയ്സി കുട്ടിയുടെ ഡ്രസ്സ് അഴിച്ചു മാറ്റി കൊടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ടേ, കുട്ടിക്ക് വേർക്കും. പിന്നെ ചൂട് പാവത്തിന് സൈക്കിളിൽ ഡേയ്സ്
ആഹാ എന്താ സുഖം അല്ലേ? ടീച്ചർ എന്താ സുഖം. ഇപ്പുറത്തും ഇരുന്ന് രണ്ടുപേര് കൊഞ്ചാനുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പം അവൾ എന്തായാലും ഇന്ന് അടിച്ച് പൊളിച്ചു കേട്ടോ. സന്തോഷമായി.